അടുത്തതായിട്ട് എൻ്റെ പുതിയ ഐറ്റം മിമിക്സ് കുടുംബം. ഇതെനിക്ക് ഒരു വർഷത്തേക്കുണ്ടല്ലോ ദസ്നി. ദസ്നി ഈ ബണ്ണ് കടിച്ചു പിടിച്ച എന്ത് ഭംഗിയാണെന്നറിയാം ദസ്നി കാണാൻ. ഒരു സൈഡ് ഫിറ്റായി. ഇത് ആക്ടർ, അതെ ഇത് ഡോക്ടർ. നിങ്ങൾ രണ്ടുപേരും തിയേറ്ററിൽ ആളെ കെട്ടിട്ടല്ലേ കൊല്ലുന്നത്? ചക്കരമാവിന്റെ കൊമ്പത്തേരി. ഈ മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഗ്ലാമറും ആരോഗ്യവും ഒക്കെ അതുപോലെ കാത്തു സൂക്ഷിക്കും. ഞാൻ എന്റെ പൊക്കം അതുപോലെ സൂക്ഷിക്കും. പിന്നെ ഇതിന്റെ പിന്നിലൊരു സ്വീറ്റ് റിവെഞ്ച് കൂടെ ഉണ്ട്. അതെന്താണ്? അത് ഈ ഷാറുഖ് ഖാനിട്ട് ഞാനൊരു പണി കൊടുത്തതാണ്. താമരപ്പൂവേരാവുമാനില്ലേ, ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ? ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാ ഞാൻ ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ മധുരത്തേൻ പകർന്നാട്ടെ. പാദസരത്താളം കേൾക്കേ കാതിനിന്നോണമായി, മറുപടിയിലേതോ പൂവായി പാതയിൽ വീണുപോയി. പറയാനെന്തോ വീടും ചുണ്ട് തങ്ങി മിണ്ടാൻ വയ്യാവോ മനപ്പൂവേ. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു ഇത്ര നേരം? എന്റെ ഡോക്ടർ, ഞാൻ സമയത്തല്ലേ വന്നത്. ഡാൻസേഴ്സ് വന്നപ്പോ വൈകിട്ട് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ച് ഡാൻസേഴ്സ് ആണ് ഇവിടെ നടത്തിയിരിക്കും. ഇവിടെ ബാക്കിയുള്ള ടെൻഷൻ അടിച്ച് നടക്കുക. എനിക്ക് വയ്യേ. അല്ല, ഞാൻ ഇത്രയും കിടന്ന് തുള്ളിയിട്ടും ഡോക്ടറിന്റെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ലാത്ത. എടി എനിക്ക് ആകെ ടെൻഷനാ. ഞാൻ ഇന്നലെ ഒരു ഓപ്പറേഷൻ നടത്തില്ലേ, ആ പേഷ്യന്റ് മരിച്ചു പോയപ്പോ തൊട്ട് എനിക്ക് ടെൻഷനാ. അതിന് ഇന്നലെ നടത്തിയത് ഓപ്പറേഷൻ അല്ലല്ലോ, പോസ്റ്റ്മോർട്ടം അല്ലേ? പോസ്റ്റ്മോർട്ടം നേരത്തെ പറയണ്ടേ? എന്നിട്ട് ആ പേഷ്യന്റ് ഇപ്പൊ എങ്ങനെ ഉണ്ട്? എന്റെ ഡോക്ടറെ, അതൊക്കെ വിട്. നമ്മുടെ നാലാംവാടി കിടക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ പ്രസവിച്ചു. ഒറ്റ പ്രസവത്തിൽ 4 കുട്ടികളാ. ഞാൻ അറിഞ്ഞു 4 കുട്ടികള്. അല്ല, ഡോക്ടറെ നേതാവിനെ അറിയിച്ചോ? എടി ഞാൻ ഇങ്ങനെ പോയി സംസാരിച്ചു. ജന്മം ചെയ്ത് അങ്ങനെ ഏക്കുകയല്ല. അതെന്താ? അങ്ങനെ റീകൗണ്ടിങ് വേണമെന്ന്. റീകൗണ്ടിങ്ങോ? രാഷ്ട്രീയ നേതാവല്ലേ, ഇതിനൊക്കെ ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല പാടാ. അതും നേരാ. പിന്നെ ഡോക്ടറെ, നാളെ മുതൽ ഞാൻ വീലായിരിക്കും. അതല്ല, ലീവായിരിക്കും. എന്റെ ഭർത്താവിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഒടുക്കത്തെ കുടി. നാളെ പുതിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. കുടി നിർത്താനായിട്ട്. എടി അതെന്താ ഈ പുതിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടറല്ലേ, അയാളോട് പറഞ്ഞ് 2 ദിവസം കൊണ്ട് കുടി നിർത്തി തരത്തില്ലേ? അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതിയോ? ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ. 2 ദിവസം കൊണ്ട് കുടിയൊക്കെ നിർത്തി തരാം കേട്ടോ. പൂഞ്ചോലത്തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം. എന്താടോ ഇവിടെ പിള്ളേർക്കൊക്കെ പോളി കൊടുക്കുന്ന ഇന്നല്ല, അത് അടുത്ത ചൊവ്വാഴ്ചയാ. ഇത് പോളി എടുക്കാൻ കൊണ്ടുവന്നല്ല. എന്നാ വല്ല പനിയൊക്കെ ആണെങ്കിൽ ആ കുട്ടികളുടെ ഡോക്ടർ അവിടെ ഉണ്ട്, ഞാനസില്ല, അവിടെ കൊണ്ടുപോകാം. അത് അപ്പുറത്തെ പാടില്ല. ഡോക്ടറെ, ഇത് കുട്ടിയല്ലെന്ന്. പിന്നെ ഇതാരാ അത്? അയ്യോ അയ്യോ അയ്യോ, ഇത് മറ്റേ പക്രമല്ലേ? അത് ഗിന്നസ് പക്രമല്ലേ? ഇതെന്ത് പറ്റിയത്? അതെ, ബോധം കെട്ടി വീണതാ. ബോധം കെട്ടി വീണതാ. അതെങ്ങനെ ഗിന്നസ് റെക്കോർഡ് എല്ലാം പിൻവലിച്ചോ? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. പിന്നെ ഞാൻ പുള്ളി വർക്ക് ചെയ്യുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. ശരി. ഷൂട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ബോധം കെട്ടി വീണു. എന്നാ സീം എല്ലാം വായിച്ചു കാണും. അയ്യോ, അതൊന്നുമല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് സൂര്യാഘാതമാണ്. സൂര്യാഘാതം. ശരി, ഇപ്പൊ നല്ല ചൂടല്ലേ? അയ്യോ എന്റെ ദൈവമേ, ഇത് സൂര്യതാപം ഏറ്റതായിരിക്കും. ഇത് എത്ര മണിക്കാണ് അവിടെ സംഭവിച്ചത്? രാത്രി ഒരു 12 മണി ആയിക്കാണ്. രാത്രി 12 മണിക്ക് സൂര്യതാപം. നീ എവിടുത്തെ കൺട്രോളാടാ? കൺട്രോൾ ഇല്ലാത്തവരെ നോക്കട്ടെ. ഇത് എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ ഈ യൂണിറ്റിൽ ലൈറ്റ് ഒക്കെ അടിക്കില്ലേ? ഈ നല്ല നല്ല ബ്രൈറ്റ് അല്ലേ? ആ ലൈറ്റിന്റെ പ്രകാശമായിട്ടായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും. വന്നപ്പോൾ ചെക്ക് ചെയ്യാൻ കൊടുത്തല്ലേ? അയ്യോ, ചെക്ക് ചെയ്യാൻ കൊടുത്തു. വന്നപ്പോ തന്നെ ഈ ബോഡിയിൽ നിന്ന് തന്നെ 1 കുപ്പി ബ്ലഡ് എടുത്തോണ്ട് പോയി. പിന്നെ എക്സ്റേ, സ്കാനിങ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യണമുണ്ട്. അത് ഇവിടെ വരുമ്പോഴേ ഒരു നടയടി ഉള്ളതാ. 10,000 രൂപയായി മൊത്തം. 10,000 രൂപയോ? അത്ര ആയുള്ളല്ലോ. സാധാരണ 20,000 രൂപ. കാര്യം ചെയ്യാം, ഞാൻ 10 രൂപ അങ്ങോട്ട് നിർത്തിക്കും. ഇതെനിക്ക് തോന്നുന്നത് ചൂടിന്റെ ആയിരിക്കും കേട്ടോ, അല്ലാതെ വരാനുള്ള വഴിയില്ല. ദൈവമേ, എന്നെ കിടപ്പ് കണ്ടോ? ഇത്രയും പാവാന്ന് ആരെങ്കിലും പറയുമോ? മറിക്ക്. ദൈവമേ, നിങ്ങൾ ഇതൊക്കെ നോക്കട്ടെ. നിങ്ങൾ ഇതിനെയൊക്കെ ഈ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ കുടയൊക്കെ പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വിട്ടേക്കണം. ഉച്ച കഴിഞ്ഞ് ഷോട്ട് ഉള്ളതാ. അങ്ങനെ ധൃതി വെക്കല്ലേ ഷോട്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തെ നോക്കട്ടെ. നിങ്ങൾക്കെല്ലാം സിനിമാക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഓരോരുത്തർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരും കാണുന്നില്ല. ഇത് എന്തെങ്കിലും ആവശ്യത്തിന് ഈ സിസ്റ്ററൊക്കെ ഇത് എവിടെ പോയി കിടക്കുക? അടുത്തതായിട്ട് എൻ്റെ പുതിയ ഐറ്റം മിമിക്സ് കുടുംബം. കണ്ടിട്ടുണ്ട്. ഇത് എവിടെയായത്?
സ്റ്റേജ് അല്ലേ? ഇത് സ്റ്റേജ് അല്ല, കൊണ്ടുവന്നപ്പോ വല്ലാത്ത സ്റ്റേജിലായിരുന്നു. എന്റെ പക്രുവിനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ആ ഷൂട്ടിംഗ് സെറ്റിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ നേരെ കൊണ്ടുവരുന്നു. അറിഞ്ഞില്ലേ, സൂര്യതാപമൊക്കെ ഏറ്റിട്ട് ഇവിടെ കൊണ്ടുവന്നതാ. അതെ അതെ അതെ. ഇല്ല, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നമ്മൾ PSC ടെസ്റ്റിനെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രഷർ, എന്റെ എല്ലാം ഈ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. എല്ലാം ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. എന്നെ ആരാ കൊണ്ടുവന്നത്? നിങ്ങളുടെ കൺട്രോളാ, പ്രൊഡക്ഷൻ കൺട്രോൾ. അവൻ പോയോ? പോയി. പോയല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, ഞാൻ അഭിനയിച്ചതല്ലേ. അതെനിക്ക് മനസ്സിലായി. കൊണ്ടുവന്നപ്പോൾ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കില്ലേ, അത് കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചെറിയ പണി കൊടുത്തേക്കാന്ന്. കുഴപ്പമൊന്നുമില്ല. ഒന്നാമത് ഈ പ്രൊഡ്യൂസർ പിന്നെ കാശും തരാനുണ്ട്, അതും തന്നിട്ടില്ല. എന്തായാലും പണി കൊടുത്ത് നന്നായി. ഈ ലൈറ്റിന്റെ ഒക്കെ വെട്ടം അടിച്ചിട്ടേ, ഒന്നാമത് ഈ പകലത്തെ ചൂടും വൈകിട്ടത്തെ ഒരു ഇതാകുമ്പോൾ അത്രയും ഒരു പ്രശ്നം വന്നാണിത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കാശ് കിട്ടുവാണെങ്കിൽ നമുക്ക് ചൂടൊന്നും പുള്ളിക്കൂടെ പണി കൊടുത്താ. ഞാൻ ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്തോ. നാക്കൊന്നിട്ടിക്ക്. എന്തായാലും വന്നാലേ ചെക്കൊക്കെ നടക്കട്ടെ. അതെ, നാക്കൊന്നിട്ടിക്ക്. നാക്കിന് നല്ല നീളമാണല്ലോ. ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നു. ഒന്ന് വലിച്ചു വിട്ടെ. സ്റ്റെതസ്കോപ്പ് ഒന്നും ഇല്ലേ? നിങ്ങൾക്കൊക്കെ ഇത് മതിയെന്നേ. എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നത്? ഒന്ന് വലിച്ചു വിട്ടെ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഞാൻ വലിച്ചു വിട്ടോളാം. വലിച്ചു വിടുന്ന കാര്യമല്ല പറഞ്ഞത്, ഞാൻ ഈ ശ്വാസം ഒന്ന് വലിച്ചു വിടുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ എത്ര വലിച്ചതാ. എങ്ങനെയുണ്ട്? എന്നാലും ടെസ്റ്റിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമ്മൾ ഈ ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ്. എൻ്റെ പക്രു, ഞാൻ ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞ പക്രുവിനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ആ ഷൂട്ടിംഗ് സൈഡിലോട്ട് വരാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ ഇവിടുത്തെ അത്യാവശ്യം തിരക്കൊക്കെ കാരണം അത് പറ്റില്ല എന്നുള്ളതാണ്. സമ്മതിച്ചു കേട്ടോ. ഞാൻ ഈ ഓരോ സിനിമ കാണുമ്പോൾ എങ്ങനെ ടിവിയില് സിനിമയിലൊക്കെ കാണുമ്പോഴേ വലിയൊരു മുഴുത്ത ആളാ. മഞ്ജുള, നീ ഒരു കാര്യം ചെയ്ത് ഈ പേപ്പറിന്റെ ചൂട് കൂടിയിട്ട് കൊണ്ടുവന്നതാ. സൂര്യതാപം ഇവിടെ ഷൂട്ടിങ്ങിന് വന്നതാ നമ്മുടെ അപ്പുറം. അതെ അതെ അതെ. ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ കിട്ടും. എനിക്ക് പ്രഷർ കൂടുകയും അതുകൊണ്ട് നമ്മളെ അപ്പുറം പോയിട്ട് ഈ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നീ അത് പോയി നോക്കി കേട്ടോ. നന്നായി ഞാൻ ബ്ലോക്ക് ചെയ്ത്, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായി പോയേനെ. സത്യം പറയട്ടെ, ഈ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ഒരു സിനിമ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് പിന്നെയും ഒരു 5 പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അതെന്താ മനസ്സിലായില്ലായിരുന്നു? അല്ല, മനസ്സിലായിട്ടല്ല. എൻ്റെ കൊച്ചിന് ഈ സിനിമ കാണുമ്പോൾ അജി ഇങ്ങനെ ഈ കുതിരപ്പുറത്ത് നായികയായിട്ട് പോകുന്നില്ലേ, ഇത് കാണുമ്പോൾ ഇവൻ പറയും എനിക്കും കുതിരപ്പുറത്തോളം. ഞാനപ്പോൾ ഇവനെ കൊണ്ട് പുറത്തതാ ഇങ്ങനെ പിടിച്ച് ഇവനെ പുറത്ത് വെച്ചോണ്ട് നടക്കും. അപ്പോഴും ഇവൻ കിടന്ന് വേളം വെക്കും. അവന് കഴുതപ്പുറത്തല്ല കുതിരപ്പുറത്താ പോകുന്നത്. ഒരു ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, കുട്ടി ഒരു മിടുക്കനാ. അതെ അതെ. അവന് വിളിച്ച് ഞാൻ ഫോൺ കൊടുക്കും സംസാരിക്കാൻ വേണ്ടി. സമ്മതിച്ചു കേട്ടോ. എന്തായാലും ആ ഒരു സിനിമ എന്ന് പറയുന്നത് ജീവിതത്തിൽ എനിക്ക് വലിയൊരു പ്രാർത്ഥനയായിരുന്നു. കാരണം ഞാൻ ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയപ്പം പക്രു ഗിന്നസ് ബുക്കിൽ. എൻ്റെ വീട്ടുകാർക്കൊക്കെ സന്തോഷമായി. ശരിക്കും ഇങ്ങനെ അറിയാണ്ട് സംഭവിച്ചത്. ഈ അത്ഭുതദ്വീപ് എന്ന് പറഞ്ഞ സിനിമയാണ് ഗിന്നസ് ബുക്കിലേക്ക് അയച്ചത്. അപ്പോൾ അതില് കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്പിളിച്ചേട്ടനെ ചെറുതാക്കി. സത്യത്തിൽ ഡോക്ടർക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതാണ്ട് 360ഓളം ആൾക്കാർ ആ പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും ആൾക്കാർ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഗിന്നസ് ബുക്കിലേക്ക് സിനിമ പോയത്. ഈ ഗിന്നസിന്റെ ആൾക്കാർ നോക്കിയപ്പോൾ അതിനകത്ത് ഗ്രാഫിക്സ്, അമ്പളിച്ചേട്ടൻ ചെറുത്, അപ്പൊ അങ്ങനെ മൊത്തത്തിലാണ്. അപ്പോൾ അവരൊന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് നമ്മളിങ്ങനെ കിടന്ന് കളിക്കുന്നത്. അപ്പൊ അവർക്കൊരു ചെറിയ ഡൗട്ട്, ഇനി ഇതും സ്ക്യൂസിങ് ആണോ ഗ്രാഫിക് ആണോ ചെറുതായിട്ട് ചെയ്ത. അപ്പോൾ അവരൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായി അങ്ങനെയല്ല, ഇത് പൊക്കം കുറഞ്ഞ ഒരാൾ തന്നെ. അങ്ങനെ എന്നാൽ ആർക്കും കൊടുക്കണ്ട, എൻ്റെ ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് തന്നു. അതായത് ഈ മുയൽ ചത്തില്ല, ചക്ക വീണപ്പോൾ മുയലറിയാതെ ചത്ത പോലെ. അങ്ങനെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. എന്തായാലും എനിക്ക് എൻ്റെ നേരിട്ടുള്ള ആഗ്രഹം സഫലമായി എന്ന് തന്നെ പറയാം. ആ സിനിമയ്ക്കകത്ത് പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഈ നായിക എപ്പോഴും പക്രുവിനെ ഇങ്ങനെ എളി വെച്ച് നടക്കുന്ന കാണാമല്ലോ. അല്ല, എനിക്കൊരു ഡൗട്ട്. അല്ല, അത് ആ നായിക എന്നുള്ളതല്ലേ. ഈ അടുത്ത കാലത്തൊക്കെ നായികമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സീക്വൻസിൽ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പറയും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ നിൽക്കുന്നു, നായിക ഇങ്ങനെ രണ്ടുപേരെയും കൂടെ ക്യാമറമാൻ വലിയ ബുദ്ധിമുട്ടാണ് ഫ്രെയിം വെക്കാൻ വേണ്ടിയിട്ട്. ഒന്നീ നായികയ്ക്ക് പൊക്കം കുറയണമല്ലോ. അപ്പൊ നായികയ്ക്ക് അത് പറ്റൂല. നായിക അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യണം, അപ്പൊ ഡാൻസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കിന് ഡയറക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നായിക നിങ്ങളെടുത്തിട്ട് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു സ്വീറ്റ് റിവെഞ്ച് കൂടെ ഉണ്ട്. അതെന്താണ്? അത് ഈ ഷാരൂഖ് ഖാനിട്ട് ഞാനൊരു പണി കൊടുത്തത്. ഷാരൂഖ് ഖാൻ എന്ത് പണിയാ കൊടുത്തത്? ഷാരൂഖ് ഖാൻ നമ്മുടെ ഈ പലപ്പോഴും ഇവിടുത്തെ സ്റ്റേജിലൊക്കെ വന്നിട്ട്
നമ്മുടെ റിമി ടോമി ഉൾപ്പെടെയുള്ള പല ആൾക്കാരെയും പൊക്കിയെടുത്തോണ്ടൊക്കെ നടക്കുന്നത്. എടുത്ത് പൊക്കി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഈ നായികമാരെ അങ്ങനെ വിടരുതില്ല, ബോളിവുഡിലെ നായികമാർക്ക് നമ്മളെ പൊക്കിയെടുത്ത് നടക്കട്ടെ. അപ്പൊ ആ ഒരു റിവഞ്ച് ആ വഴിക്കും കൊടുത്തു. ചെറിയൊരു റിവെഞ്ച് അതിനകത്ത് വിടുന്നുണ്ട്. നേഴ്സിനെ കണ്ടില്ല, വേണമെങ്കിൽ കുറച്ച് നേരം സംസാരിച്ച് എനിക്ക് എന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പരിശോധിക്കും. അതിനെ പരിശോധിക്കാൻ നിൽക്കരുത്. അത് ആകെപ്പാടി പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു താരമാണ്. പിന്നെ അതല്ല അല്ല ഞാൻ അതിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു, എന്റെ ടെസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചൊന്നും അറിയാൻ എനിക്ക് ആഗ്രഹം. അത് വരും ഞാൻ ചോദിക്കാം. ഞാൻ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോൾ അതിൽ ആ രാഷ്ട്രീയത്തിൻ്റെ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നു ഒരു അത് കണ്ടപ്പോൾ എനിക്ക്, പക്ഷേ അതിനകത്തൊരു വിഷമം എനിക്കൊന്നുമില്ല. ഈ മലയാളത്തിൽ ബോഡി ഗാർഡ് ചെയ്തപ്പോൾ പക്രു ആ വേഷം ചെയ്തു, തമിഴിൽ വിജയുടെ കൂടെ ഒരു വേഷം ചെയ്തു, ഹിന്ദിയിൽ എന്താണ് ആ വേഷം ചെയ്യാത്തത്? എന്താണ് ഹിന്ദിയിൽ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ ദിലീപേട്ടനാണ്, ദിലീപേട്ടനായിട്ട് ചെയ്തു. തമിഴിൽ വിജയ് സാർ ആയിരുന്നു, അദ്ദേഹമായിട്ട് ചെയ്തു. ഹിന്ദിയിൽ വന്നപ്പോൾ സൽമാൻ ഖാൻ, സിക്സ് പാക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വരുമ്പോൾ എൻ്റെ സിക്സ് പാക്കും പുള്ളിയുടെ സിക്സ് പാക്കും 12 പാക്കോ അത് വേണ്ടെന്ന് വരും. അതുകൊണ്ട് മാത്രമായിട്ട് പിന്മാറി. അല്ലാണ്ട് എന്നെ അവർ വിളിക്കാഞ്ഞിട്ടൊന്നും അല്ല, അങ്ങനൊന്നും വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചോ? ഇല്ല, ഞാൻ ആദ്യം നീ തെറ്റിദ്ധരിച്ചു. ഞാൻ നേഴ്സുമായിട്ട് ഈടെ എല്ലാ അടിപിടി ആയിരുന്നു. അത് ശരി. പിന്നെ ഞാൻ പറഞ്ഞ മനഃപൂർവ്വം പോകാത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ ചർച്ചകളിലൊക്കെ ഉണ്ട്. പിന്നെ ചർച്ചയുടെ തന്നെയല്ല, നമുക്കിപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ പിടിച്ച് ഷൂട്ടിന് നിർത്തും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആഘോഷമായിട്ട് പോകാം. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കൊരു ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആണോ? പിന്നെന്ത് പറ്റി ആകാഞ്ഞത്? ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ ടേബിൾ എത്തുകയല്ല, അതാ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പിന്നെ ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അവിടെ നേഴ്സുമാർ എന്നെ പൊക്കണം, അതിനേക്കാളും നല്ലത് അത് വേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ. ഞാൻ അജി ഒരുപാട് ഷോയ്ക്കൊക്കെ പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു 2 വരി ഒന്ന് പാടാം. കീഴ്സ്ഥായിൽ വേണോ ഉച്ചസ്ഥായിൽ വേണോ? അതെന്താണ് അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ കൂടുതലും കീഴ്സ്ഥായിലാണ് പാടാറ്. എന്താ കീഴ്സ്ഥായി പാടുന്നത്? നമ്മുടെ ഈ ഹൈറ്റ് കുറവാണ്, അതാണ് സേഫ്. ഉച്ചസ്ഥായിലേക്കൊക്കെ പോകണ്ടല്ലോ എന്ന് വെച്ചാൽ. അത്രയും സ്ഥായി പോയി കഴിഞ്ഞാലേ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഈ ഒരു അന്തരീക്ഷത്തിന് പറ്റുന്ന ഞാൻ ഒരു പാട്ട് പാടും. ഗംഗ ഇട്ടാലോ? ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ. എവിടെ പോവാ? അല്ല, ഓക്സിജൻ സിലിണ്ടർ അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കളിയാക്കിയല്ല, ഞാൻ പാടുന്നില്ല. ഏതെങ്കിലും 2 വരി ഒന്ന് പാടും. ഇല്ല, ഇനി പാടൂല. വേണ്ട. ഇതാരാ? ഞാൻ ഇവിടുത്തെ കമ്പൗണ്ടറാ. നമസ്കാരം. പുള്ളി കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ആളാ. കൗൺസിലിംഗ് കൊടുക്കുന്ന കമ്പൗണ്ടറോ? അതെ. വളരെ വ്യത്യസ്തമായ ഹോസ്പിറ്റലാണ്. അതെ, കാര്യം ഇവിടെ നമ്മൾ അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതിൽ ഇവര് തന്നെ ഇയാൾ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ആണോ? എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ കൗൺസിലിങ്ങിന് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പുകവലി, മദ്യപാനം അവരെ നല്ല രീതിയിലേക്ക്, അവരെ നല്ല വഴിയിലേക്ക് നടത്തുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം. ശരി. അപ്പൊ അങ്ങനെയുള്ളൊരു ശബ്ദം കൊടുക്കാറുണ്ട്. നമ്മുടെ സിനിമയിൽ തന്നെ ഒരുപാട് പേര് മിമിക്രിന്ന് വന്നിട്ടുണ്ടല്ലോ. അതെ, നേരെ തിരിച്ചാ സിനിമയിൽ നിന്ന് മിമിക്രി വന്ന ആളാ. റൂട്ട് മാറ്റി പിടിച്ചേക്കും. മറാഠി ആദ്യം ഇങ്ങോട്ട് വന്നു. അപ്പൊ കൗൺസിലിംഗ് ഒന്ന് കേൾക്കട്ടെ. തുടങ്ങാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം ഇത്രയധികം പുക അടിഞ്ഞുകൂടുന്നുണ്ടാവും. അത് മതി നിങ്ങളെ ഒരു രോഗിയാക്കാൻ, വലിയ രോഗി. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഡോക്ടറുടെ ചെറിയ ടോൾ ഫ്രീ നമ്പറായ 0085 3865 928 3300 എന്ന ഈ ചെറിയ അക്ക നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഡയൽ ചെയ്തു. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ്. ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇയാളാണ് ഡബ് ചെയ്തിരിക്കുന്നത് ശരിക്കും. ആണല്ലേ? പിന്നെ ഇയാളാണ് ചെയ്തിരിക്കുന്നത്. ഒരു ആക്രമണം തോന്നിപ്പോയോ? നമ്മൾ ഈ സാധാരണ ഈ മാജിക് ഒക്കെ കാണിക്കുന്നവരുണ്ടല്ലോ, ഇവിടെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും. കാര്യം ഈ ഇതൊക്കെ പറഞ്ഞ മുതുകാട് പിള്ളേരെ സന്തോഷിപ്പിക്കുമല്ലോ. കാരണം ഇവിടെ വരുന്ന പിള്ളേരൊക്കെ കരയാറുണ്ട്. അതെ, മുതുകാടിന്റെ ശബ്ദം എടുക്കും. അതെ. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്. വിഷ്ണു അങ്കിളുടെ കൈകളിലേക്ക് നോക്കുക. അങ്കിളുടെ കയ്യിൽ 10 രൂപ പോലുമില്ല. റൈറ്റ്? വേണിച്ചേട്ടൻ്റെ പോക്കറ്റിൽ ഒരു 10 രൂപയുണ്ട്. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിൻ്റെ പോക്കറ്റിലും ഒരു 10 രൂപയുണ്ട്. ഇതും അങ്കിൾ കണ്ടിരുന്നു. ഇനിയാണ് അങ്കിൾ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി ഡോക്ടർ കിശയിലാക്കിയിരിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു മോഷണ കലയാണ്. ഇത് കൊള്ളാട്ടോ. ഡോക്ടറുടെ സമയം പോയല്ലോ. ഇതുപോലുള്ള ആൾക്കാരെ നിർത്തിയിട്ട് അധികം എന്താ ഒഴിവ് സമയങ്ങള് ഉല്ലാസം അല്ലേ? കാര്യം നമ്മുടെ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നൊന്നും കൊടുക്കാതെ ഒരു പ്രത്യേക ഒരു തെറാപ്പി സ്റ്റൈലിൽ പോവുകയാണ്. അതെ, മ്യൂസിക് തെറാപ്പിക്ക് ബദലായിട്ട് വേറൊരു മിമിക്രി തെറാപ്പി എന്ന് പറയും. സ്റ്റേജ് ചിലപ്പോഴേ കേൾക്കുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് ഈ മിമിക്രി തെറാപ്പി നല്ലതാ. മിമിക്രി തെറാപ്പി ആകരുത്, തറയാകരുത്. ഇല്ലല്ലോ, അത് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കുന്നുണ്ട്. കേൾവിശക്തിയൊക്കെ കുറവുള്ള ആൾക്കാർക്ക് വേണ്ടി അവർക്ക് നല്ല വ്യക്തമായിട്ട് തിരിയാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ആണ്. എനിക്ക് ഈ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ചിലത് കേൾക്കാറില്ല. അപ്പൊ ഇത് കേട്ടാൽ എന്താന്ന് കൃത്യമായിട്ട് തിരിയും. സംഭാഷണം കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. അതായത് ഈ കഴിഞ്ഞ ഇടയ്ക്ക്
ഇവിടുത്തെ UDF സർക്കാരിൻ്റെ ഈ ഭരണകാലത്തെക്കുറിച്ച് അത് ഇവിടെ ഇത് പറഞ്ഞത് സത്യമാണ്. ഇവിടെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അതിപ്പോൾ ഏത് ജാതിയാന്ന് ചങ്ങനാശ്ശേരി ചെന്ന് സുകുമാരൻ ചേട്ടനുമായിട്ട് മീറ്റിങ്ങിന് പോയത്. അതിപ്പോൾ ഇത് പറഞ്ഞതാ സത്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇദ്ദേഹം ചെയ്യുന്നൊക്കെ ഒരു ഡിഫറെന്റ് ആണ്. വ്യത്യസ്ത ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ ടൈമല്ലേ, ഒരുപാട് രാഷ്ട്രീയക്കാർ ഇവിടെ വരാറുണ്ട്. വരാറുണ്ട്. പിന്നെ വലിയൊരു ഭാഗ്യം കിട്ടില്ലേ? രാഷ്ട്രീയ നേതാവ്, മെയിൻ രാഷ്ട്രീയ നേതാവ് വന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് വെച്ച് അനുകരിച്ച് കാണിച്ചു. ആരെ അനുകരിച്ച് കാണിച്ചു? നമ്മുടെ പാലായുടെ സ്വന്തം മാണി സാർ. മാണി സാറിന് അനുകരിച്ച് കാണിച്ചു. മാണി സാറിന് മുമ്പിൽ. പിന്നെ അത് ശരി, എന്ന് കേൾക്കട്ടെ. അതൊന്ന് കേൾക്കാം. മാണി സാർ അപ്പോഴേ ഷാൾ എടുത്തിട്ടു. ഞാൻ വിചാരിച്ച് പിടിച്ച് മുറുക്കുവന്നു, പക്ഷെ ഇഷ്ടപ്പെട്ടോണ്ടൊന്നും ചെയ്തില്ല. അതെ, ശരി, കേൾക്കട്ടെ. ഈ കഴിഞ്ഞ ബഡ്ജറ്റില് മാണി സാറെല്ലാം പാലായെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എന്നതാ പാലായെ കൊണ്ടുപോയി? ഇത്രയ്ക്ക് വികസനം നടക്കുന്ന ഒരു നാടുണ്ടോ പാലായിലെ മീനച്ചിലാറ്റിൽ കൂടെ ഈ കഴിഞ്ഞ ഇലക്ഷന്റെ കാലത്ത് ഒരു കപ്പൽ കൊണ്ടുവരാൻ ഞാൻ പദ്ധതി ഇട്ടു. പാലക്കാരുണ്ടോ കപ്പൽ കണ്ടിട്ടുള്ളൂ? അതുകൊണ്ട് ആ കപ്പലിന്റെ പദ്ധതി ആറ്റിക്കൂടെ പോയി. ഇന്നിപ്പോ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അതിലെ കോടിക്കണക്കിനുള്ള നിധിയുമാണ്. അതിന് ഞാൻ ഈ ബഡ്ജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അതിലെ നിധിയും അതേപടി എടുത്ത് പാലായി കൊണ്ടുപോയി സ്ഥാപിച്ച് ഇതിനൊരു പരിഹാരം കാണുമെന്ന് പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. പക്ഷെ ഞാനല്ല സംഭവം. ഡോക്ടർ മുമ്പ് ഞാനൊക്കെ എന്ത് മിടുക്കൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡോക്ടർ. ഇത്രയ്ക്ക് മിടുക്കനായ ഡോക്ടർ ഈ ലോകത്ത് കാണത്തില്ല. കാരണം പറയുന്ന സത്യമായ മിനിങ്ങാന്നല്ലേ സംഭവം നടന്നത്. മിനിങ്ങാന്ന് ഡോക്ടർ 4 പേരുടെ ജീവനെ രക്ഷിച്ചു. ഒറ്റയടിക്ക് മിനിങ്ങാന്ന് പറഞ്ഞ ദിവസം 4 പേരുടെ ജീവൻ രക്ഷിച്ചു. അതാ ചോദിച്ചത്, അതെങ്ങനെയാന്ന്? 4 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, 4 ക്യാൻസൽ ആയിപ്പോയി. എന്താണ് ഡോക്ടർ? എങ്ങനെയെങ്കിലും ഞാൻ സിനിമയിൽ കയറ്റാം. ഇതാണ് ഈ മിമിക്രിക്കാരുടെ കുഴപ്പം. സ്ഥാനത്ത് കയറി കൗണ്ടർ അടിച്ചില്ലാണ്ടായി ഉള്ള അവസരം കളയും. അത് നിങ്ങൾ സ്റ്റേജിലൊക്കെ പോകുമ്പോഴേ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും സ്റ്റേജിൽ പോകുമ്പോഴൊക്കെ ഒരുപാട് എല്ലാ സ്റ്റേജിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത്, അതായത് ഞാനൊരിക്കലും സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രൂപ്പ് പ്രോഗ്രാമുകളാണ്. അതായത് കോട്ടയത്തൊരു ട്രൂപ്പിൽ സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് മുഖം കഴുകാനായിട്ട് വെള്ളവും സോപ്പ്, തോർത്ത്, ഇതൊക്കെ ചോദിക്കും. ഇന്നിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓടിക്കും. അപ്പോൾ ഇതൊക്കെ സ്റ്റേജ് റെഡി ആയിരിക്കും. അപ്പം ഞാനെന്നാ മുഖമൊക്കെ ഒന്ന് കഴുകിയേക്കാന്ന് വെച്ചിട്ട് സ്റ്റേജിന്റെ ബാക്കിൽ ചെറിയ ഇരുട്ടുമുണ്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ കപ്പിൽ വെള്ളം കോരുന്ന സമയത്ത് ആ റോഡ് പുറയുന്നൊരു അടിയും വന്നു തോർത്തിന്. അടിച്ചു. അടി കിട്ടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഏതാണ്ട് വെള്ളം എടുത്ത് കളിക്കാന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അല്ല ജി, ഞാൻ ഈ നേരത്തെ ഉള്ള കാലം മുതൽ ഇപ്പം അജിയുടെ പുസ്തകമൊക്കെ ഞാൻ വായിച്ചായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ആദ്യം പറയുന്നത് അജയ്കുമാർ എന്നുള്ളൊരു പേരായിരുന്നു. അതിനുശേഷം പിന്നെ പക്രുന്നായി, അതിനുശേഷം ഗിന്നസ് പക്രുവായി. അങ്ങനെ കുറേ പേരുകൾ മാറി മാറി വന്നിട്ടുണ്ട്. ശരിക്കുമുള്ള ഏത് പേരാണ് ശരിക്കും ഇഷ്ടപ്പെട്ട പേര്? സത്യത്തിൽ എൻ്റെ അച്ഛനും അമ്മ ഇട്ട പേര് അജയ്കുമാർ. അജയ്കുമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമുള്ള പേരാ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടൊരു അമ്പിളിയമ്മ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയിലെ ക്യാരക്ടറാണ് പക്രു. ഈ സിനിമ തിയേറ്ററിൽ വന്നതോടുകൂടി, ടി വിയിൽ ടെലികാസ്റ്റ് ആയതോടുകൂടി പിന്നീട് എല്ലാവരും പക്രു പക്രു എന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് പക്രു എന്നായത്. അത് കഴിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയപ്പോഴാണ് മമ്മൂക്ക എനിക്ക് ഈ സമ്മാനം തന്നപ്പോൾ ആ പേരിനോട് ചേർത്ത് ഗിന്നസ് പക്രു എന്നാക്കിയത്. അങ്ങനെ പേരിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല വേദികളിൽ ഇരിക്കുമ്പോൾ എൻ്റെ പേര് പലർക്കും തെറ്റിപ്പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഗിന്നസ് പക്രുവിന് പക്രു എന്ന് പറയുന്ന സാധനം ചിലർക്ക് തിരിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഇതുപോലെ ഞാൻ നിൽക്കുന്നു. എൻ്റെ മുന്നിൽ പ്രസംഗിച്ച പല ആൾക്കാരും ഗിന്നസ് പക്രു എന്ന് പറഞ്ഞു തന്നെ ഇത് ചെയ്തു. അത് നമ്മുടെ ഒരു മേയറാണ് എൻ്റെ പേര് പറഞ്ഞതെന്ന് ഓർക്കും. നമ്മളുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഗിന്നസ് പക്കടയ്ക്ക് അങ്ങനെ പുതിയൊരു പേരോടെ കിട്ടി, പക്കട. അത് ശരി. അങ്ങനെയൊക്കെയുള്ള ചില നമ്പറുകളൊക്കെ സംഭവിക്കാം. ഇതൊക്കെ ഓർത്ത് ഇതുപോലത്തെ വേദിയിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ. ഞാൻ അതുപോലെ തന്നെ വേറെ സംഭവം ഞാൻ വായിച്ചു. കാര്യം ഇപ്പം നമുക്ക് റെയിൽവേ വലിയ നഷ്ടത്തിലാണെങ്കിലും പക്രുവിനെ സംബന്ധിച്ചുള്ള റെയിൽവേ ഒരു വലിയ ലാഭമായിരുന്നു എന്ന് ഞാൻ കേട്ടു. അതെന്താണ് ശരിക്കും ഒരു കഥ? കാരണം ഞാൻ സ്കൂൾ യുവജനോത്സവം തൊട്ട് ഏതാണ്ട് മിമിക്രി ചെയ്യുന്ന സമയം തൊട്ടിട്ട് വേദികളിൽ ട്രെയിൻ അവതരിപ്പിക്കും. ട്രെയിനിൻ്റെ ശബ്ദം എൻ്റെ ഒരു ഹൈലൈറ്റാണ്. കാരണം ട്രെയിൻ ഞാൻ വേദിയിൽ ചെയ്യുമ്പോൾ
അത് അത്യാവശ്യം പ്രേക്ഷകരിൽ നിന്ന് നല്ല ക്ലാപ്സും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് കാരണം അത് വീണ്ടും വീണ്ടും പിന്നെ ഈ മിമിക്രി ഇത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇത് കൈവിട്ട് പോകും ചെയ്യും. അത് കാരണം എനിക്ക് ഈ ട്രെയിനെ അങ്ങോട്ട് കളയാനൊരു ബുദ്ധിമുട്ട്. നമ്മുടെ തുടക്കം അതിലാണ്. അതെ. അപ്പോൾ 2012 ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു ഈ വർഷത്തോടു കൂടി റെയിൽവേയിൽ നിന്ന് വിരമിച്ചേക്കാം, ഇനിയിപ്പോൾ ട്രെയിൻ അവതരിപ്പിക്കട്ടെ, നിർത്തിയേക്കാന്ന് വെച്ചിട്ട് ഞാൻ അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള 2 ആർട്ടിസ്റ്റുകൾ വളരെ ഭീകരമായിട്ട് നിർബന്ധിച്ചു. ബോംബെയിലാണ് ഷോ നടക്കുന്നത്. ബോംബെയിൽ അതൊക്കെ മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ആകെ ട്രെയിനേ ഉള്ളൂ. കാരണം ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിലും ഇംഗ്ലീഷിലാണെങ്കിലും എവിടെ ആയാലും ട്രെയിൻ. അതുകൊണ്ട് അതങ്ങ് അവതരിപ്പിച്ചേക്കാന്ന് വെച്ചിട്ട് മനസ്സോടെ ഇവരെല്ലാവരും ഉന്തി തള്ളി സ്റ്റേജിന്റെ മുന്നിൽ കയറ്റി നിർത്തിയിട്ട് ഞാനൊരു ഒറ്റ വിടലാ ട്രെയിൻ. അങ്ങനെ അങ്ങോട്ട് വിട്ട് ട്രെയിൻ ഇവിടെ പോന്ന് ഇങ്ങനെ പാൻ ചെയ്ത് അതിലേക്ക് പോയി ഭയങ്കരമായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ചാടി അങ്ങ് എഴുന്നേറ്റ് നേരെ സ്റ്റേജിലേക്ക് കയറി. അത് ഹിന്ദിയിൽ പറയാണ്, ഈ ചെറിയ മനുഷ്യന്റെ ശരീരത്തിൽ ഇത്രയും വലിയ ട്രെയിൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അത് കാരണം ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ബിൽക്കുൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന പോലെ തന്നെ തോന്നി. അതുകൊണ്ട് ഈ ചെറിയ വായിന്ന് വലിയ ട്രെയിൻ വിട്ട ഈ മനുഷ്യന് 1,00,000 രൂപ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. നേഴ്സിനെ കണ്ടില്ല? വരും. BP ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഏതായാലും ഈ മമ്മൂട്ടിയൊക്കെ ആയിട്ട് നിങ്ങൾ വലിയ അടുപ്പം അല്ലേ? പിന്നെ മമ്മൂക്കയായിട്ട് വളരെ അടുപ്പല്ലേ? ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയൊക്കെ ആയിട്ട് ഞാനയിൽ എവിടെ കണ്ടു മമ്മൂട്ടി വീട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞൊരു കുറെ സംഭവങ്ങളൊക്കെ. ഇത് ഒത്തിരി വലുതായി പോലെ വെച്ചാലും മതിയായിരുന്നു. ഈ മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഗ്ലാമറും ആരോഗ്യവും ഒക്കെ അതുപോലെ കാത്തു സൂക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ പൊക്കം അതുപോലെ സൂക്ഷിക്കും. ഒരു ഇഞ്ച് പോലും ഞാൻ കൂട്ടില്ല. അങ്ങനെയുള്ള സാമ്യങ്ങളല്ലേ? എന്തായാലും കാറ്റടിച്ച് പൊക്കം കൂട്ടല്ലേ? പയ്യെ കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കാൻ വേണ്ടിയായിരുന്നു. പൊക്കം കൂടിയാ ഞാൻ ഫീൽഡ് ഔട്ട് ആയി പോകും. അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ട് അല്ലേ? എന്തായാലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും PSC ടെസ്റ്റ് കുഴപ്പമൊന്നും വന്നില്ല. അതെന്താ പുറത്തൊരു ബഹളം? മദ്യവിരുദ്ധ റാലിയാണോ? എന്റെ പക്രു സാറേ, അത് മദ്യവിരുദ്ധ റാലി ഒന്നും അല്ല. ഒരാളുടെ കൂടി നിർത്താൻ വേണ്ടി ഒരു സമൂഹം മൊത്തത്തിൽ വരുന്നതാ. ആരുടെ കൂടി നിർത്താനായിട്ടാ? എന്റെ കെട്ടിയോണ്ട്. പറയാൻ നിക്കല്ലേ? അത്രേ ഉള്ളല്ലേ? എന്റെ ഒരു സൈഡ് ഫിറ്റ് ആയി പോയി. എന്താ മോനെ ഈ കാണിക്കുന്നത്? ചുമ്മാ അവിടെ കിടന്ന് ഇതാരാ നിനക്ക് മനസ്സിലായി? ഉമ്മയൊക്കെ വെക്കാൻ എനിക്കറിയാൻ എടാ, ഇത് പക്രു ആണ്, ആക്ടറാണ്. പുള്ളി ഇവിടെ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങോട്ട് പോകണം അഭിനയിക്കാൻ. നീ ഉമ്മയൊക്കെ വെച്ച് അവസാനം ഫിറ്റും ആക്കി. ഇത് ആക്ടർ, അതെ ഇത് ഡോക്ടർ. അതെ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. അതെന്താണ്? നിങ്ങൾ രണ്ടുപേരും തിയേറ്ററിൽ ആളെ കെട്ടിട്ടല്ലേ കൊല്ലുന്നത്? എന്റെ ബോഡി ഞാൻ ഈ ആശുപത്രിക്ക് തരാൻ തീരുമാനിച്ചു. ഇവിടുത്തെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിട്ട് എന്റെ ബോഡി തരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അത് വളരെ നല്ല കാര്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ട. ചിലര് മരിച്ചു കഴിഞ്ഞാൽ കണ്ണ് ദാനം ചെയ്യും, ചിലര് വൃക്ക ദാനം ചെയ്യും, കരള് ദാനം ചെയ്യും, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. എന്തായാലും എന്റെ ഒരു കൺഗ്രാറ്റ്സ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? അത് വേറൊന്നുകൊണ്ടല്ല, മരിച്ചു കഴിഞ്ഞാലും എന്റെ ഈ ഫുൾ ബോഡി സ്പിരിറ്റിനകത്ത് കിടക്കൂല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സമ്മതിച്ചു പോയത്. ഇന്ന് ഇവിടെ വിവാഹ വർഷമായിട്ട് എന്നോട് ഒന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചു നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ചേട്ടന് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയില്ലോ എന്ന് ചോദിച്ചു നോക്കി. കണ്ടോ, അവൻ കൊണ്ടുപോയില്ലേ? ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയില്ലേ? ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി, ബാറിലേക്ക്. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം അതല്ലേ. ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ? അച്ചാച്ചൻ ചെയ്തതിൽ തെറ്റുണ്ടോ? ചേട്ടാ ഞാനത് പറയട്ടെ. ഇത് നമ്മുടെ ഇവിടുത്തെ ഡോക്ടറാണ്. നമ്മുടെ കുടി നിർത്തി, ഞാൻ പറഞ്ഞില്ല ഇവിടെ കുടി നിർത്തുന്ന ഡോക്ടർ വന്നു പറയാം. ഡോക്ടർ സുശീലനാണ്. നമസ്കാരം. എന്റെ മക്കൾക്കും ഭാര്യക്കും ഭയങ്കര ഇഷ്ടമാണ്, പടമൊക്കെ കാണാറുണ്ട്. കേരളത്തിലുള്ള സർവ്വ ജനങ്ങളെയും കുടി നിർത്തിയാലേ ചേട്ടൻ മുടി വെട്ടുന്നുണ്ടോ? ചുരുട്ടി വെച്ചേക്കുന്നത് അടിക്കൂ? ഉപദ്രവിച്ചാൽ അടിക്കും. അതല്ലാന്ന് കഴിക്കുമെന്ന്. അങ്ങനെയില്ല, ഞാൻ കഴിക്കില്ല. അയ്യോ, മദ്യം കഴിക്കരുത്. മദ്യം എന്നൊരു മനുഷ്യന്റെ ശരീരത്തെ കാർന്ന് തിന്നുന്നൊരു വിഷമാണ്, അത് കഴിക്കരുത്. ഡോക്ടറെ ഒരു മിനിറ്റ്, പക്രു അങ്ങനെ മദ്യമൊന്നും കഴിക്കത്തില്ല. പിന്നെ ഡോക്ടർ ഇങ്ങനെ പക്രുവിന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമില്ല. അല്ല, ഇവര് സിനിമാക്കാര് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ മദ്യത്തെ. അയ്യോ, അതെന്ത് വർത്താനാ ഡോക്ടർ അങ്ങനെ പറയുന്നത്? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ജവാൻ ഓഫ് വെള്ളിമല, സ്പിരിറ്റ്, ഹണീബി, ഇതൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതൊക്കെ
അത് ഇതൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇതൊക്കെ നിർത്തണം. എന്റെ പൊന്നു ഡോക്ടറെ, അതൊക്കെ സിനിമയ്ക്ക് പേരിടുമ്പോ അങ്ങനെ സംഭവിച്ചു പോകുന്നല്ലേ. ഇതൊന്നും ഞങ്ങള് പ്രോത്സാഹിപ്പിക്കുന്നൊന്നും അല്ല. അതാദ്യം ഡോക്ടർ മനസ്സിലാക്കണം. എനിക്കൊരു ഉപകാരം ഡോക്ടർ ചെയ്തതാ. ഞാൻ ഡോക്ടറോട് ഒരു ചെറിയ റിക്വസ്റ്റാ പറയുന്നത്. ഇയാളുടെ കുടിയൊന്ന് നിർത്തിക്കൂടെ, ഈ പെങ്ങള് രക്ഷപ്പെട്ടെ. അതെ, അതിനുവേണ്ടിയാണ് പുള്ളി എന്ന് ഇവിടെ വിളിച്ച് പ്രത്യേകിച്ച് നന്നായി, എന്തായാലും വന്ന നന്നായി. എന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ പുള്ളിയുടെ കുടി നിർത്താൻ പറ്റും. ഓക്കെ, ശരി എന്നാ ഒന്ന് മോനെ വാ, നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. ഞാൻ വരത്തില്ല. ട്രീറ്റ്മെന്റ് തുടങ്ങാം, വാ. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ല, പിന്നെ അല്ല വാന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാന്ന്. എടാ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ല, പിന്നെ എന്നാന്ന്? ശരിയാക്കിട്ടോ, കുഴപ്പമില്ല പുള്ളി. ഞാനും പേടിച്ചു. എന്റെ ഉള്ളി പുള്ളി ഇങ്ങനെയാണോ ആള്? താഴെ വന്നിട്ട് പിന്നെ തിരിച്ചു കയറിയതാ. ഒന്നും പേടിക്കണ്ട, ഒരു 2 ദിവസം മതി പുള്ളി കുടി നിർത്തും. സന്തോഷായില്ലേ? ഞാൻ വന്നതുകൊണ്ട് ഭർത്താവ് കുടി നിർത്തിയില്ലേ? സ്വല്പം മെലിയാൻ നോക്ക് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മുടെ നേഴ്സിന് പരാതി ഉണ്ട്. കാര്യം ഈ സിനിമയിലൊക്കെ ആകുമ്പോൾ കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് ഒറിജിനൽ കെട്ടിപ്പിടുത്തമാണോ എന്നൊക്കെ അറിയാൻ ഉള്ളൊരു അതൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അത് ശരിക്കും ഗ്രാഫിക്സിന്റെ ആണോ അതോ നിങ്ങളുടെ കെട്ടിപ്പിടുത്തമൊക്കെ? അല്ല, ഞങ്ങൾ കെട്ടിപ്പിടിക്കും. അപ്പൊ ഈ നമ്മൾ ഈ കുടുംബത്തിൽ അങ്ങനെ നായികയായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ആർക്ക്? കുട്ടി. അല്ല, എന്തായാലും വിടത്തില്ല. അതായത് ഹോസ്പിറ്റലിൽ ഒരുപാട് ഡ്യൂട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് അകത്ത് പോകും. ആ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ പേപ്പർ കൊണ്ട് പോകും കേട്ടോ. ഇടയ്ക്ക് പറഞ്ഞേ. ഇത് പണ്ടത്തെ നടന്മാരൊക്കെ ശരിക്കും ആ സമയത്തൊന്നും അവർ ശരീരം നോക്കുകയോ അല്ലെങ്കിൽ അതിനൊരു ഡയറ്റിങ്ങോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എല്ലാ സിനിമയിലുള്ള ആൾക്കാരൊക്കെ ഡയറ്റിങ് നോക്കുന്നുണ്ട്. അവരെപ്പോഴും കോൺഷ്യസ് ആയി കൂടെ. അതങ്ങനെ സംഭവിക്കാറുണ്ട്. കൂടുതലും ഇങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റ് കിട്ടിയപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയത്. അതേതായാലും നന്നായി. എന്റെ ടെസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അതൊക്കെ നോക്കിക്കോളാം. ഇല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു ടെൻഷനും അടിക്കണ്ട കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ബ്യൂട്ടിഫുൾ. എല്ലാരും പറയാറുണ്ടത്. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ബ്യൂട്ടിഫുൾ സിനിമ 5 പ്രാവശ്യം കണ്ടു. അതിലെ കന്യക, പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിൽ കണ്ടു. ഓ എന്റെ തെസ്നിക, സത്യം കേട്ടോ. ഞാനൊന്ന് നിങ്ങളെയൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഈ കന്യയെ കുറിച്ച് പറഞ്ഞ് ഞാനും ഭാര്യയുടെ മുട്ട ഇടിയായിരുന്നു. കാര്യം എനിക്ക് കന്യയുടെ കഥാപാത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ആ കിച്ചണിൽ വെച്ചൊക്കെ എന്തോ ഡയലോഗ് പറയുന്നത് എന്ത് രസമല്ലേ? അല്ല ഡോക്ടറെ, അവിടെ ഷൂട്ടിംഗ് നടക്കാണ്, ഞങ്ങൾ എല്ലാവരും ഉണ്ടേ. അപ്പൊ അവിടുന്ന് ഒരു ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വന്നെന്ന് കേട്ടു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്ന് പറഞ്ഞു. ഓ അത് ശരി. എന്റെ തെസ്നി, നിങ്ങൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴേ ഈ ചൂടത്തും ഈ ലൈറ്റിന്റെ വെട്ടത്തും ഒക്കെ നിർത്തുമ്പോൾ ചെറിയ റെസ്റ്റ് ഒക്കെ കൊടുക്കാം. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അല്ല, ആളുടെ രൂപം നോക്കണ്ടേ? പിന്നെ ആളിവിടെ തന്നെ ഇരിപ്പുണ്ട്. ദാ ഇരിക്കുന്നു. ഇവിടെ ആരും കണ്ടില്ലല്ലേ? ഇപ്പൊ എല്ലാം കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഓടി വന്നേനെ. ഭയങ്കര അഭിനയാണ്. അത് രാവിലെ ഇവിടെ ബോധം കെടുത്തിയാ കൊണ്ടുവന്നത്. അപ്പോഴാണ് പറഞ്ഞത് ഈ ലൈറ്റിന്റെ ഇടയ്ക്ക് അഭിനയിച്ചോണ്ടിരുന്നതാ. ആണല്ലേ? ടെസ്റ്റിയുടെ കണ്ണുവെട്ടിച്ച് ആരും കൂടെ പോകുന്ന. ഡോക്ടർ ബ്യൂട്ടിഫുൾ എത്ര പ്രാവശ്യം കണ്ടെന്ന്? 5 പ്രാവശ്യം കണ്ടു. അത്ഭുത ദ്വീപും 5 കണ്ടെന്നാ പറഞ്ഞത്. അല്ല, അത് അങ്ങനെ പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, കൊച്ചു കുതിരപ്പുറത്ത് പോകുന്നത്. ഏതായാലും ഒരു കാര്യം, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കത് എങ്ങനെ നിങ്ങളുടെ ആ എല്ലാ പരിപാടികളും ഞാൻ ഈ അടുത്തിടെയായിട്ട് തെസ്നി കുറെ പടങ്ങൾ നല്ല കുറെ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതാ ഇപ്പൊ ഷൂട്ട് ഇതല്ലാതെ വേറെ റോഷൻ ആൻഡ്രൂസിന്റെ പടം മഞ്ജു വാര്യരുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. ഓ, എനിക്ക് ഈ ഡെയ്സി സിനിമ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആദ്യത്തെ എനിക്കൊന്ന് തെസ്നിയുടെ ആദ്യത്തെ സിനിമ അത് കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടോ ഡെയ്സി? പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു പാട്ട്, എന്റെ ദൈവമേ, അത് ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. അതൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അത് കുടി നിർത്താൻ വേണ്ടി 2 പേര് പോയതാ. ഡോക്ടർ കൊണ്ടുപോയതാണ്. അരിത്തക്കിളി താക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അത്തരമൊത്തുകൾ കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് വലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലറിത്തരികിട വേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കാട്ടുമണപ്പുറം ആകത്തി മികിട തുറത്തെ. ഡോക്ടർ എന്താ ഈ കാണിക്കുന്നത്? വേറൊന്നുമല്ല, ഇവന്റെ കുടി നിർത്താൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് അകത്തേക്ക് എന്ന് പാവം പറയാ. അവന്റെ കുടി നിർത്തണേ ഞാൻ 2 അടിക്കണത്. ഡോക്ടർ 2 അടിക്കണം. എന്നിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴല്ലേ
അതിന്റെ ഒരു സുഖം ഒന്ന് മനസ്സിലായത്. ഇത്ര സുഖമുള്ള സാധനം നിർത്താൻ പറഞ്ഞ് നീയാണോടാ? നിർത്താൻ പറഞ്ഞു ഡോക്ടറെ അലമ്പുണ്ടാക്കില്ല പ്ലീസ്. നിർത്താൻ പറഞ്ഞതാരാ? മോനെ ഒന്ന് വിളിച്ചോണ്ട് പോയി മോനെ. ഇവൻ ആരാന്നറിയാവോ? ഇവനെന്റെ ചങ്ക് ഇത് പുത്ത്. दोस्ती हम नहीं तोड़ेंगे तोड़ेंगे तुम ചോര ദസ്നി അതെ ഇവിടെ ഈ കുടി നിർത്താൻ വേണ്ടി പുതിയൊരു ഡോക്ടർ സുശീല വന്നതാ. അപ്പൊ അവന്റെ കൂടെ കൂടി പുള്ളി ദുർശീലനായി. പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ ഒരു പഴഞ്ചൊല്ലി. അതെ അതെ അത് ഇപ്പോഴാണ് ഞങ്ങൾ കേട്ടത്. തെസ്നിയൊക്കെ ഒരുപാട് പ്രോഗ്രാം നമ്മൾ ഈ കാണുമ്പോൾ തന്നെ തെസ്നി പാട്ട് പാടാറുണ്ട്, ഡാൻസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഞാൻ എപ്പോഴും ചോദിക്കണ കാര്യം ഇവരുടെ ഒരു ഖാൻ എന്ന് പറയുന്നത് ഇപ്പോൾ റിയാസ് ഖാൻ ഉണ്ട്, അതുപോലെ സൽമാൻ ഖാൻ ഹിന്ദിയിലുണ്ട്, ഷാരൂഖ് ഖാൻ, സെയ്ഫ് അലി ഖാൻ. ഈ ഖാനൊക്കെ ഇവർക്കൊക്കെ അഭിനയം അറിയാമെങ്കിലും ഇവർക്കൊക്കെ അറിയാൻ പറ്റാത്തൊരു കാര്യം നമ്മുടെ തെസ്നി ഖാൻ അറിയാം. എന്താണത്? തെസ്നി മാജിക്ക് കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനില്ല, ഫാദർ മജീഷ്യൻ ആയതുകൊണ്ട് കുറച്ചൊക്കെ മാജിക് പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ല ഇപ്പൊ നമ്മളൊരു ഒരാളെ കാണാൻ ആശുപത്രി ചെല്ലുമ്പോൾ സാധാരണ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഓറഞ്ച് ആവാം, മുന്തിരിങ്ങ ആകാം, ഇതൊക്കെ ആയിട്ടാണ്. ഈ മാജിക് എന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ചെയ്യാൻ മാത്രം വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല ഞാൻ. പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറിയ ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുവന്നില്ല, ശരിക്കും എന്തെങ്കിലും കൊണ്ടുവന്നതാ. ഫ്രൂട്ട്സ് പോയി വാങ്ങിച്ചോ, ഞാൻ എന്തെങ്കിലും തന്നു കൊടുക്കാം. എന്തെങ്കിലും ഇപ്പൊ അന്തരീക്ഷം എന്തെങ്കിലും ഇപ്പൊ പക്രൂന് കൊടുക്കാം ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും. ചുറ്റും ആരും ഒന്നും പാടില്ല, ഇങ്ങനെ ചെയ്യും. അതെന്താ എവിടെന്നാ എടുക്കുന്നതെന്ന് അറിയാം. അതാണ് നമ്മളിപ്പോ അന്തരീക്ഷത്തിന് എന്തെങ്കിലും നമ്മൾ വരുത്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ആരും കാണാൻ പാടില്ല. പെട്ടെന്ന് ഇങ്ങനെ അപ്രത്യക്ഷമായി ഇങ്ങോട്ടൊന്ന് കുറച്ച് നീങ്ങി നിന്നാ ശരി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അന്തരീക്ഷത്തിന് വേണമെങ്കിൽ ഒരു ചെറിയൊരു വൃത്തം വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് കൈ നീട്ടാം. 1 2 3 ഒന്നും വരുന്നില്ല. നോക്കിക്കോട്ടോ, നോക്കി മുകളിലേക്ക് നോക്കി. എന്തെങ്കിലും വാങ്ങിച്ചോ, ഓറഞ്ചോ മുന്തിരിങ്ങയോ എന്തെങ്കിലും വാങ്ങിച്ചോ. ഒരു ഓറഞ്ചിന്റെ അല്ലിയും ഒരു കുഞ്ഞു മുന്തിരിങ്ങയും കിട്ടും. ജസ്റ്റ് മനസ്സിലായി കാണുമല്ലേ, ഇത് മതി എനിക്ക് ഒരാഴ്ചത്തേക്ക്. വേറൊരു കാര്യമുണ്ട്, ഈ 5 രൂപയ്ക്ക് സത്യം പറഞ്ഞപ്പോ 50,000 രൂപ നമ്മൾ കൊടുക്കേണ്ട വരും. കാരണം എന്ത് രസമായിട്ടാ മാജിക് ചെയ്തു. പക്ഷെ ഇത് എവിടെ നിന്ന് എടുത്താന്ന് ഞാൻ കണ്ടുപിടിച്ചു. അത് പറ്റില്ല. മാജിക് എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ പഠിച്ചു ചെയ്യുന്ന ഒരു സീക്രട്ട് ആണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കാര്യം അന്തരീക്ഷത്തിന് പൈസ എടുത്ത് തന്നില്ലേ? പൈസ ഒക്കെ എടുത്താൽ ഈ 5 രൂപയുടെ ചെറിയ മാജിക്കും കൊണ്ടൊക്കെയാണ്. മാജിക് കാണിക്കുന്ന നീ മാജിക് കാണിച്ചില്ല അജി. ഹെവി ആയിട്ടുള്ള ഒരെണ്ണം കാണിക്കുന്നത്. ഹെവി ആയിട്ടുള്ള എന്താ ചെയ്യപ്പം? വാനിഷിംഗ് വേണ്ട. അപ്പൊ അജി തെസ്നി, ഞാൻ ആദ്യം ചോദിച്ചൊരു സംഭവം കാണിച്ചാൽ അതായത് എന്തായാലും പക്രൂനെ ഇപ്പൊ കാണാൻ വന്നത് ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ഓറഞ്ചോ മുന്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് വരും. ഒരു ഫ്രൂട്ട്സ് ആയിട്ട് ഇപ്പൊ മാജിക്ക് കാണിച്ച് പക്രൂന്റെ കൈ കൊടുക്കുക. എന്തെങ്കിലും ആഗ്രഹം ഏറ്റെടുത്തോ? അതെ, വേണോ? നിർബന്ധമാണോ? അന്നൊന്ന് കാണിച്ചു നിർബന്ധാന്നാ പറയണത്. ഓക്കെ അപ്പൊ ഒരു മാജിക്. ശരി, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണം. അതൊക്കെ റെഡിയാണ് ഇവിടെ. ഓക്കെ പറഞ്ഞ അവിടെ റെഡിയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇതെങ്ങനെ ഇത്? അടിപൊളി. എനിക്ക് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആണോ ഇത്? ഇതെനിക്ക് ഒരു വർഷത്തേക്കുണ്ടല്ലോ ഡോക്ടറെ. ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇത് ടെക്നിക് ഖാൻ, ഖാനല്ല. ഈ മാജിക് കാണിക്കുമ്പോഴേ എന്തെങ്കിലും അബദ്ധങ്ങൾ സ്റ്റേജിൽ പറ്റാറുണ്ടോ? എന്തെങ്കിലും? പിന്നെ പറ്റിയിട്ടുണ്ട്. അതോടുകൂടി ഞാൻ പിന്നെ മാജിക് നിർത്തി. എന്തബദ്ധമാണ് പറ്റിയിരിക്കുന്നത്? അതായത് പണ്ട് ബാലചന്ദ്രമേന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു, സംതിങ് സ്പെഷ്യൽ. ഇത്രയും കൂവല് കിട്ടിയൊരു ഷോ വേറെ ഉണ്ടാവില്ല ഞങ്ങളുടെ ചരിത്രത്തിൽ. ഫസ്റ്റ് ഷോ ദുബായില് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പം പിന്നീടുള്ള ഷോപ്പ് ഒക്കെ ക്ലിക്കായി. ഈ ഒറ്റ ഷോയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മാറിയുണ്ടോ? ഞാൻ മേനസാർ അടുത്ത മാസം ഷോ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞപ്പോൾ പിന്നെ അടുത്ത ഷോ ഒക്കെ ക്ലിക്കായിരുന്നു. അത് മാത്രമല്ല പൊട്ടാനുള്ള കാരണവും പറഞ്ഞു. ഒറ്റ പ്രാവശ്യം ഞാൻ അല്ല, അപ്പൊ അന്ന് എന്റെ കൂടെ മാജിക് അസിസ്റ്റന്റ് ചെയ്യാൻ വന്നിരുന്നത് ബീന ആയിരുന്നു. ബീന ആന്റണി കൂടെ ഉണ്ടാവും. ഞങ്ങള് സുചിത്ര, ബീന, ഞാൻ, ആനി, ഞങ്ങള് 4 പെണ്ണുങ്ങളായിരുന്നു ആ ഷോയിൽ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഫസ്റ്റ് ചെയ്തു വരുന്ന കളർ ചേഞ്ചിങ് ഫെദർ എന്നൊക്കെ വന്നു. അൽനാസർ എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ ഓഡിയൻസ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഒരു സീക്രറ്റും പറ്റില്ല. നമ്മൾ ഏത് സൈഡിൽ നിന്നാലും എവിടെ നിന്നാലും ആൾക്കാർക്ക് നമ്മളെ കാണാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് കളർ ചേഞ്ചിങ് ഫെദർ എന്ന് പറഞ്ഞപ്പോ അന്ന് ഈ ചാനൽ
ചാനൽസ് ഒക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് മാജിക് ഒന്നും അത്ര അങ്ങനെ എല്ലാവർക്കും അറിയില്ലായിരുന്നു. ഞാൻ ഈ കളർ ചേഞ്ചിങ് ഫെദർ ചെയ്ത പിന്നെ ഏതൊരു കുട്ടിക്കും കണ്ടാൽ അയ്യോ ഞങ്ങൾക്കറിയാം ഇതെന്ന് പറയും മാജിക്. അന്ന് കളർ ചേഞ്ചിങ് ഫെദർ ചെയ്തു വന്നപ്പം ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പൊ ഈ ലൈറ്റിംഗ് സെക്ഷനിൽ നിൽക്കുന്ന ഒരു പാകിസ്ഥാനിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഐറ്റം വരുമ്പം ലൈറ്റ് ഇടരുത് അധികം. അപ്പോൾ ഡൾ ലൈറ്റിലാണ് ഈ ഐറ്റം ചെയ്യുന്നത്. ഡാൻസിങ് സ്റ്റിക്ക് എന്നാണ് പേര്. അതായത് നമ്മൾ വരുന്ന അനുസരിച്ച് നമ്മൾ ഒരു സ്റ്റിക്കും കൊണ്ട് വന്നു 1 2 3 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്നു അതുപോലെ ഈ സ്റ്റിക്കും ഡാൻസ് ചെയ്യും. അതാണ് ഐറ്റം. അങ്ങനെ ഡൾ ലൈറ്റ് ഇട്ടോളാൻ പറഞ്ഞു. ഫസ്റ്റ് ഐറ്റം ഓക്കെ ആയി, സെക്കൻഡ് ഐറ്റം ക്ലാപ്സ് ആയി, തേർഡ് ഐറ്റം ഡാൻസിങ് സ്റ്റിക്ക് വരാണ്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എൻ്റെ കൂടത്തെ അസിസ്റ്റന്റ് ബീനയ്ക്ക് പിന്നെ പറയണ്ട, ഭയങ്കര ചാടിയായി പോയി. ട്രെയിൻ കൊണ്ട് സ്റ്റേജിൽ നിന്ന് പോണില്ല, അവിടെ തന്നെ നിൽക്കുള്ളൂ കയറി. കാരണം എല്ലാവരും കണ്ടോട്ടെ, ഭയങ്കര ക്ലാപ്സ് അല്ലേ. ഡാൻസിങ് സ്റ്റിക്ക് ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ വന്നു, ഡാൻസിങ് സ്റ്റിക്ക് എന്നൊരു സ്റ്റിക്ക് അങ്ങോട്ട് മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് സ്റ്റിക്ക് അവിടെ നിന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് കൈകൊണ്ട് കാണിക്കുന്ന അനുസരിച്ച് സ്റ്റിക്ക് ഇറങ്ങി വന്നു. സ്റ്റിക്ക് ഡാൻസ് തുടങ്ങി. അപ്പൊ ഈ പാകിസ്ഥാനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ഇയാളും കൂടെ എല്ലാ ലൈറ്റും കൂടി കണ്ടിട്ട് എല്ലാ ലൈറ്റും ഇട്ട ഉടനെ തന്നെ കംപ്ലീറ്റ് ചെക്കന്മാരും അൽനാസറിലെ കൈക്കാണോ കാലിനാണോ കടലിനാണോ എന്നറിയില്ല. എല്ലാം മാജിക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ടെക്നിക്കാണ്. അത് അതിന്റെ സീക്രറ്റ് പൊളിഞ്ഞാൽ മാജിക്കിന്റെ സകലതും പോയി അല്ലേ. മാജിക് ആർക്കും പഠിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാല്. പക്ഷെ അത് ഒരിക്കലും നമ്മൾ ദിവ്യശക്തിയൊന്നുമല്ല. കൈയടക്കം സ്പീഡ്. ഇപ്പൊ ഇതന്നെ അറിഞ്ഞൂടെ ഒരു ടെക്നിക്ക്. ഇങ്ങനെ കൈ പോണത് ഇങ്ങനെ മുറിച്ച് എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന ഒരു സംഭവം. വെറുതെ ഇങ്ങനെ കൈവച്ചു 1 2 3 മുൻപിലേക്ക് നീങ്ങി അവിടെ തന്നെ വന്ന് ഇതുപോലെ ലേഡിയാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിസ്സാര സംഭവങ്ങളാണ്. ഒരു പേന തന്നാ ഞാനത് വളച്ച് ഡാൻസ് ചെയ്തു. പേനയൊന്നും ഇല്ലാതെ ഡോക്ടർ വളയ്ക്കുമല്ലോ. ആണോ ഡോക്ടറെ? ഇവിടെ ഒരു നേഴ്സ് നിൽപ്പുണ്ടായിരുന്നു, കുറച്ചു നേരമായിട്ട് ഞാൻ കാണാറുണ്ടാവും. നല്ലൊരു കുട്ടിയാണ്. എന്റെ പക്രു ചുമ്മാ ഞാൻ ഒരു പേന. ഇനിയിപ്പോ ടെസ്റ്റിന്റെ അടുത്തൊരു മാജിക് കൂടെ ഞാൻ ഇതൊക്കെ എനിക്ക് ഇവിടെ കാണിക്കണേ. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നത് മാജിക്കാന്ന് പറയണ്ട, അതാ നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചിട്ടൊരു മാജിക് കാണിക്കാം. ഈ പേനയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിക്കും നോക്കിക്കോ, ഒരു വളവോ ചെരിവോ ഒന്നുമില്ലല്ലോ. സ്റ്റഡിയല്ലേ. ഈ പേന വളയുന്നു നോക്കിക്കോ. ഇത് മരണത്തിന്റെ വക്കിൽ നിന്നോണ്ടുള്ള മാജിക്കാണോ? ഫയർ എസ്കേപ്പ് അത്ര തീവ്രമല്ല. നമ്മുടെ കണ്ണിന്റെ ഒരു എന്താ പറയാ, പേന ഇങ്ങനെ 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 വളയും. കണ്ടോ വളയുന്നുണ്ടോ? എവിടെ വളഞ്ഞില്ലേ? എവിടെ വളഞ്ഞു? ഇത് വേണമെങ്കിൽ ടെസ്റ്റ് ഒന്ന് വളഞ്ഞോ. വളയുന്നുണ്ടോ? വളയുന്നുണ്ട്. മനസ്സിലായല്ലോ. എങ്ങനെയാണ് തീറ്റി പോകുന്നത്. അപ്പൊ അത് കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലാശ്രീ പോയിട്ട് ഞാൻ പറഞ്ഞാളോ. ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടോട്ടോ ചേച്ചീനെ. ചേച്ചിയുടെ കോമഡി ഒക്കെ ഞാൻ സ്ഥിരം കാണാറുണ്ട്. TV കാണുന്നേക്കാളും നേരിട്ട് കാണാൻ നല്ല സുന്ദരിയല്ലേ. മുഴുപ്പൊക്കെ ഉണ്ടോ ആള്? എന്നോട് ചോദിച്ചായിരുന്നു, കുറച്ച് കുറവാന്ന് പറഞ്ഞു ഞാൻ സുന്ദരിയാണെന്ന്. അത് പിന്നെ ഡോക്ടർ എല്ലാരോടും അങ്ങനെയാ പറയുന്നത്. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ടാ പറയുന്നത്. ചേച്ചി നല്ല സുന്ദരിയാ. ഈ ചുരിദാറിന് എത്ര രൂപയാ? അയ്യോ വേണ്ട, അത് സെയിൽ ടാക്സ് പിന്നെ അറിഞ്ഞ പ്രോബ്ലം. എന്നാ കുഴപ്പമില്ല. പിന്നെ സാറിന് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ, ക്ഷീണം മാറാനാ. ഇതെന്താ ഇത്? എന്റെ വലിപ്പം ഉണ്ടല്ലോ സിറിഞ്ചിന്. അതെന്താ സൂചിയോ അതോ കമ്പിപ്പാരയോ? ചെറിയൊരു ഇഞ്ചക്ഷൻ, ഒരു ഉറുമ്പ് അടിക്കുന്ന വേദനയുള്ളൂ. വേണ്ട, എനിക്ക് അതിന് പകരം എന്തെങ്കിലും ഗുളിക തന്നാ. ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല, നിങ്ങളിപ്പോ കുറെ ദിവസം ഇവിടെ ഷൂട്ട് ഉണ്ടല്ലോ. അപ്പൊ ഇതൊന്ന് ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇതിപ്പോ ഒരു 3 ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി. ഇത് ഇഞ്ചക്ഷൻ കിട്ടിയാലാണ് എനിക്ക് കുഴപ്പം. ഇത് ഈ സൂചിയൊക്കെ കയറിയ കുഴപ്പം വേണ്ടത്. ഒരു കാര്യം ചെയ്യും, വേറെ എന്തെങ്കിലും ചെയ്താൽ മതി. ഇഞ്ചക്ഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇഞ്ചക്ഷൻ വേണ്ട, വേറെ എന്തെങ്കിലും തന്നേരും, ഗുളികയോ അങ്ങനെ എന്തെങ്കിലും. മെഡിസിൻ എന്തെങ്കിലും ചെറിയ ഗുളിക എന്തെങ്കിലും കൊടുത്തോ? ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ഇഞ്ചക്ഷൻ ചെയ്യണ്ട. അപ്പോൾ ഞാനത് മറ്റേ ചികിത്സ കൊടുക്കാം. അത് വേറെ ഒന്നുമില്ല, ഞാൻ പറയുന്ന പോലെ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇത്രയും ദിവസം ഷൂട്ട് ഉള്ളതുകൊണ്ടും എനിക്ക് നിങ്ങൾ രണ്ടുപേരും വലിയ കാര്യമായിട്ട് പറയാണ്. ഇവിടെ നമ്മൾ ഒരു തെറാപ്പി ക്ലാസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് തെറാപ്പി ക്ലാസ് ഉണ്ട്. ഫിസിയോതെറാപ്പി ഉണ്ട്, അതുപോലെ സൈക്കോ തെറാപ്പി ഉണ്ട്, അങ്ങനെ ക്ലാസിക് തെറാപ്പി, അങ്ങനെ 2-3 തെറാപ്പി ഉണ്ട്. ഈ തെറാപ്പി ട്രീറ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ക്ഷീണം ഉണ്ടാകില്ല, സൂര്യതാപമൊക്കെ ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് രണ്ടുപേരുടെ ചെയ്യാൻ തയ്യാറാണല്ലോ.
അത് ചെയ്യാം. അതിപ്പോ എന്തായാലും ഇവിടെ വന്നു പോയില്ലേ, ഇത് ഡോക്ടറെ ഞാൻ വിട്ടാലല്ലേ പോകാൻ വന്നു പറ്റൂ. പോയി. ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല, നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ എന്ത് വേണ്ട. വന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലുള്ള അത്രേ തെറാപ്പി ഉള്ളൂ, തരണം. അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ റിസൾട്ടോട് വരാനുണ്ടല്ലോ. ആയിക്കോട്ടെ, കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. ഇവിട്ടേക്കാം നമുക്കൊരു, നിങ്ങളൊന്ന് ആ തെറാപ്പി കൂടെ ചെയ്താൽ ഓക്കെ ആവും. ശരി. ആണോ? കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ കവിളിൽ കുമുദമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. ഡെസ്നി, ഈ ബണ്ണ് കടിച്ചു പിടിച്ച എന്ത് ഭംഗിയാണെന്നറിയാം ഡെസ്നി കാണാൻ. എങ്ങനെയുണ്ട്? വിശാലമായ ജിമ്മാണല്ലോ ഹോസ്പിറ്റലിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തെറാപ്പി ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ജിം റൂമിൽ വെച്ചാണ് കൊടുക്കുന്നത്. Okay. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ എനിക്ക് ഇഞ്ചക്ഷന് പകരമുള്ള തെറാപ്പി എന്തായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. ഈ തെറാപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആരെങ്കിലും ഒരു പാട്ട് പാടുക എന്നുള്ളൂ. അത് ശരി. അതാണ് തെറാപ്പി എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും പാടുന്നില്ല, തെസ്നി നന്നായിട്ട് പാടും. തെസ്നിയുടെ തെറാപ്പി ആയാലും കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റ് കുത്തണോ അതോ തെസ്നി പാട്ട് പാടണം? ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു കുത്തായല്ലോ. എന്താ ഇത് കയറുന്ന ഇതിന്റെ പാട്ട് മുകളിൽ പാടിയാ പോരെ? അത്രേ ഉള്ളൂ. അത് ഞാൻ പാടാം. ദാ, ഇതിന്റെ മേളിൽ കയറി നിന്ന് പാട്ട് പാടുക. സ്റ്റേജിന്റെ മുകളിൽ ഇതുവരെ പാടിയിട്ടുള്ളേ, ആദ്യമായിട്ട് ഇതിന്റെ മുകളിൽ അപ്പൊ സ്വിച്ച് ഇട്ടേക്കട്ടെ ഡോക്ടർ? അല്ലല്ല, ഈ പാട്ട് നമ്മൾ പാടി തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ സ്വിച്ച് ഓൺ ആക്കും. അപ്പോൾ ഇത് സ്പീഡ് അനുസരിച്ചിട്ട് ട്രാക്കിന്റെ കറക്റ്റ് ലെവലിൽ പാടണം. അത് ഞാനില്ല. അത് പാടിയേ പറ്റുള്ളൂ. ഒന്നാമത് മര്യാദ തെസ്നി ഏറ്റ കാര്യമാണ്, ഇനി മാറരുത്. ഇതിപ്പോ എനിക്ക് കാരണം തെസ്നി എനിക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു. അതിന് ഇഞ്ചക്ഷൻ ആയിരുന്നു. അല്ല, ഞാൻ ഇഞ്ചക്ഷൻ എടുക്കും. ഇതൊക്കെ സിമ്പിൾ അല്ല, കാര്യമാണ്. ഞാൻ പഠിക്കോളാം. നമുക്ക് നോക്കാം. ഞാൻ പഠിക്കോളാം. നമുക്ക് ആദ്യം ആ പാട്ടൊന്ന് കേട്ടാലോ? പാട്ട് ഏതാ പാടാൻ പോകുന്നത്? ഒരു കഥളി, പഴയ പാട്ടാ. കഥളിന്നൊന്നും ഇതുവരെ വിമുക്തമായിട്ടില്ല കേട്ടോ. അപ്പൊ കഥളി. കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ കവിളിൽ കുമുദമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ കവിളിൽ കുമുദമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചത് ഓൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൺ ആക്കുമ്പോൾ ഇതേ പാട്ട് തന്നെ ഇതേ ട്രാക്കിൽ ഇതേ സ്പീഡിൽ പാടണം. ഓക്കെ? കുട്ടി വേണോ അതോ പാട്ട് വേണോ? വേണ്ട പാടിക്കോ. എങ്ങോട്ടാണ് ഈ യാത്ര? കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ കവിളിൽ കുമുദമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ കവിളിൽ കുമുദമുള്ളൊരു പെൺപൂവേണോ പൂക്കാര. കമോൺ. നമ്മളിത് പ്രത്യേക തെറാപ്പിയാണ്. അത് ഈ ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക തെറാപ്പിയാണ്. ഇതിന്റെ വലിയ പ്രശ്നമൊന്നുമില്ല. അടിപൊളി. മുകളിൽ ജില്ല ജില്ല കണ്ണ ചിങ്കിടമോടെ മുകൾപ്പോ വിളക്കും പൊൻകുടക്കി ചിങ്കിടമോടെ കണ്ണിക്കിടക്ക് വെള്ളം വന്നു തുടങ്ങി. വിതർത്തും പൊൻകുടക്കി വരല്ലേ ധർമ്മതമേ വരല്ലേ താമരത്താരേ. കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ പ്രത്യേക തെറാപ്പിയാണ്. സ്ലോ ആക്കാണ്. ഇല്ല, സ്ലോ ആക്കാണ്. സ്ലോ ആക്കാ. ഈ തെറാപ്പി വേണ്ട. അല്ല, ഇത് പ്രത്യേക തെറാപ്പിയാണ്. അജിക്കട്ട് കുത്തണോ? എങ്ങനെയുണ്ട് സുഖോട്ടോ? കള്ളപ്പം അക്ഷരം കിട്ടുന്നില്ല. ഇല്ല, പഠിക്കും പഠിക്കും. മതി മതി മതി. ഓക്കെ 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 ഓക്കെ. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് ഉണ്ട്. ഡോക്ടറെ, ഞാനില്ലേ ഇതെന്ത് തെറാപ്പിയാ? സന്തോഷം. അയ്യോ, ദേ ഒക്കെ ദേ അജി കാരണമാണ്. എനിക്ക് മനസ്സിലാകും. ഓ, എരിയുന്നുണ്ട് വയ്യ. അല്ല, ഞാൻ പക്രുവിന് ഇഞ്ചക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ തെറാപ്പി ചെയ്യണം. ഏതെങ്കിലും വിശപ്പും ദാഹം ഒരുമിച്ച് വന്നു. ഓക്കെ, വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് കണ്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കാനുള്ള ഒരു സാധനമുണ്ട്. ബണ്ണുണ്ടോ? പിന്നെ ബണ്ണ്. ചോദിക്കാൻ സമാധാനം. ഞാൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. താങ്ക് യു. പക്രുവിന് വേണം, ബണ്ണ് വേണോ അതോ? എനിക്ക് വേണ്ട. വേണ്ടല്ലേ? എന്താ ജ്യൂസ്? എന്താ ജ്യൂസ് ഇല്ല. കാര്യം അത് കഴിച്ചു, ഒരു കടി കടിച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ ഇവിടുത്തെ തെറാപ്പിയുടെ നല്ലല്ലേ? ഇത് വെച്ചൊരു സാധനം നമ്മൾ, ഈ ബണ്ണ് വെച്ചിട്ടൊരു സാധനം നമ്മൾ ചെയ്യണം. അതെ അതെ, അതായത് അടുത്തൊരു തെറാപ്പിയാണ്. ഈ ബണ്ണ് കടിച്ച് പിടിച്ചിട്ട് നമ്മൾ തെസ്നി സംസാരിക്കാതെ, ഇപ്പം ഞാൻ ഒരു പഴഞ്ചൊല്ല് തെസ്നിക്ക് പറഞ്ഞു തരും. ആ പഴഞ്ചൊല്ല് അഭിനയത്തിലൂടെ പക്രുവിന് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് അടുത്ത ടാസ്ക്. എന്ത് തെറാപ്പിയാണ് ഇത്? വേറെ തെറാപ്പി. ഇഞ്ചക്ഷൻ വേണോ അതോ? ഇത് അസലായിട്ട് അജി ചെയ്യും. അല്ല, അജിക്ക് കൊടുക്കാം. അജി ആദ്യം. ഒരു ബണ്ണ് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കടിച്ചു പിടിക്കാൻ എനിക്ക് പറ്റില്ല. ഭയങ്കര വെയിറ്റ് ആണ് ബണ്ണിന്. ോണിയാണപ്പോ പറയണത്. അല്ല, അത് ബണ്ണ് കടിച്ചോളൂ. ഞാൻ പറയാൻ പോവാണ്.
ഈറൻ, ഇടി, ഫൈറ്റ്, വെട്ടി, മിക്കവാറും എത്തിപ്പിടിച്ചു. എൻ്റെ പക്രു. ആ. തെസ്നി ഈ ബണ്ണ് കടിച്ചു പിടിച്ച എന്ത് ഭംഗിയാന്നറിയാം തെസ്നി കാണാൻ. എന്തായിരുന്നു എന്താന്നാ പറഞ്ഞ? ചില കൊച്ചു പിള്ളേർ പാമ്പ് കടിച്ചു. ആ ഇടിവെട്ടേറ്റവന്റെ തലേ പാമ്പ് കടിച്ചു. അപ്പൊ ഒരു ബണ്ണ് തിന്നാ പോലെ ഒരു ബണ്ണ് തിന്നാം. ഒരു ബണ്ണിന് ശകലം തിന്നാം. ശകലം തിന്നാം. ഇനി അടുത്തൊരു ടാസ്ക് തരാൻ പോവാണ്. കഴിച്ചിട്ട് തരാം. റെഡി. എന്താണ് എല്ലാ അനുഗ്രഹങ്ങളും ഉറങ്ങാൻ പോവാണോ? തെറാപ്പി ക്ലാസ് ആണിത്. ഞാൻ കറി ഇങ്ങനെ പിടിക്കണോ? അല്ല, അത് വേണം മണ്ണെടുത്ത് കാണിച്ചു. ആ സാധനം അത് വേണമെങ്കിൽ മണ്ണെടുത്ത് കാണിച്ചു. ആ എന്നുള്ള ദേഷ്യം തീർക്കാണ്. തെസ്നി സമ്മതിക്കണം. ഇത്ര കൃത്യമായിട്ട് തെസ്നി മലർന്നു കിടന്ന് തുപ്പരുത്. കരയ്ക്കോ? ഞാൻ എങ്ങനെയുണ്ട്? വീണ് ഒരു ടാസ്കിന് വേണ്ടി തെസ്നി ജീവിക്കുമായിരുന്നു അറിയാം. എന്റെ ദൈവമേ രക്ഷപ്പെട്ടു. ഏതായാലും ടാസ്ക് ഒക്കെ വളരെ മനോഹരമായിട്ട് തെസ്നി ചെയ്തു. പക്രു കുത്തുകൊള്ളാതെ രക്ഷപ്പെടുകയും താങ്ക് യു തെസ്നി. ഇനി ഒരു കടമ്പയും കൂടെ ഉണ്ട്. ഒരു ടെസ്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് അല്ലേ? എൻ്റെ അജയ്, നമ്മുടെ ഹോസ്പിറ്റലിനൊക്കെ പറഞ്ഞാൽ എല്ലാം കറക്റ്റ് ആയിരിക്കും. രക്ഷപ്പെട്ടല്ലോ, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇനി നല്ല വളരെ കൂളായിട്ട് പോയി അഭിനയിച്ച് തകർക്കാം. ഞാനും വരും കേട്ടോ. എന്തിന്? ടെസ്റ്റിന്, ചെക്കപ്പിന്. നമുക്ക് അപ്പോഴും തെറാപ്പി ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഏതായാലും അജയ് ഇനി വളരെ സന്തോഷത്തോടു കൂടി പോകാം കേട്ടോ. അപ്പൊ ഞങ്ങള് നിങ്ങൾ പിരിഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഏതായാലും ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടത്തില്ല. ടെസ്റ്റിന് ഇത്രയും ടാസ്ക് ഒക്കെ ചെയ്തു. അപ്പോൾ ഏതായാലും റിസൾട്ടൊക്കെ വന്ന സ്ഥിതിക്ക്, കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാട്ട് കൂടാം. അത് വേണം. ഒന്നും പാടാം. ഒരു ഡിമാൻഡ് ഞാൻ അങ്ങോട്ട് വെക്കും. എന്താണ്? എനിക്ക് കൂടെ കളിക്കാൻ ഡാൻസേഴ്സ് ഒക്കെ വേണം. പാടി തുടങ്ങിയാൽ മതി, അവർ ഡാൻസ് ചെയ്തോളൂ. ശരി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ പങ്കപ്പെട്ട, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കൊമ്പത്തെ തത്തപ്പെട്ട. ആ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ പങ്കപ്പെട്ട, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എത്താ കൊമ്പത്തെ തത്തപ്പെട്ട. ഇളം കരിക്കിന്റെ കണ്ണു കുത്തുമ്പോ തെറിച്ചു തുള്ളണം പിണ്ടാ പെണ്ണ്. വാ തട്ട് തട്ടട തട്ടാളി, മുട്ടു മുട്ടട മുട്ടാളി, തട്ടിക്കൊടെ മുട്ടിക്കൊടെ മുട്ടി തട്ടിക്കൊടെ തട്ടാളി. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം മാമ്പഴം പോലത്തെ മങ്കപ്പെട്ട, എത്തിയിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എന്താ കൊമ്പത്തെ തത്തപ്പെട്ട.